സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു പഴയ പാട്ട് പഠിക്കാൻ മതി. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ. ഇത് ലിറിക്സ് ഭരണിക്കാവ് ശിവകുമാറാണ്. കമ്പോസ് ചെയ്തത് MK അർജുനൻ. ഇത് ഞാനൊരു പഴയ പാട്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നോക്കും. അപ്പം എല്ലാവരും പാട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം എനിക്ക്. അപ്പം നന്നായിട്ട് പാടാൻ നോക്കുമ്പോൾ ആദ്യം ശബ്ദമൊക്കെ കുറച്ചൊക്കെ അടഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് പാടുക. അല്ലാണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ്ടേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹമ്മിങ് ആണേ. സാരിഗ സദാ സ ആ. ഒരു പ്രാവശ്യം കൂടി പാടിത്തരാം. സാരിഗ സദാ സ നീ സരി നിരി നീ. നീ ആണ്. നീ സരി നിരി നീ. നീ സരി നിരി നീ ആ. അപ്പൊ ഒന്നുകൂടി. സാരിഗ സഗ സ നീ സരി നിരി നീ ആ. അടുത്തത് സാധാ സാധാമ ദൈവതാണ്. പഗ മാരി മഗാസ. സാധാമ പഗ മാരി മഗാസ ആ. ഒരു പ്രാവശ്യം പാടിത്തരാം. സാധാമ പഗ മാരി മഗാസ. ഹമ്മിങ് ആ. ഓക്കെ, ഇനി പാട്ട്. സീമന്തരേഖയിൽ പാദപ മഗഗഗ. പാദപ മഗഗഗ. പാദപ മഗഗഗ. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ. ഗപ്പ മഗ സഗസനി നീ. ചന്ദനം ചാർത്തിയ. ഗപ്പ മഗ സഗസനി നിഷാദം. ഗപ്പ മഗ സഗസനി ചന്ദനം ചാർത്തിയ. മനസ്സിലായോ? പാനി സഗാരിസ മാപപസ. പാനീസ നിഷാദം. ഗാരിസ മാപ്പ മധ്യമം, പിന്നെ പഞ്ചമം. മാപ്പ പസ. പാനീസ ഗാരിസ മാപ്പ പസ. ഹേമന്ത പാനീസ. ഹേമന്ത പാനീസ ഗാരിസ. മനസ്സിലാവുന്നുണ്ടോ? ഹേമന്ത നീല നീ നീല നീ
ഗാരിസ. ചിലവർ അധികം ആൾക്കാർ സെപ്പറേറ്റ് ചെയ്യാൻ പറയും, കുഴപ്പമില്ല. പാനിസ ഗാരിസ ഹേമന്ത നീലനി ശീധിനി മാപ്പസ. അത്ര സെപ്പറേറ്റ് മതി. ഒന്നുകൂടി ഒറ്റ പ്രാവശ്യം കൂടി. പാനിസ ഗാരിസ മാപ്പസ ഹേമന്ത നീലനി ശീധിനി. അടുത്തത് റിമമ ഗമമ രിരി. റിമമ ഋഷഭം, ഗമമ്മ ഗാന്ധാരം മധ്യമം, ഗമമ്മ രിരി. റിമമ ഗമമ രിരി മാനസദേവന്റെ മാനസദേവന്റെ. റിമമ ഗമമ രിരി മാനസദേവന്റെ ഗമമ രിരി ദേവന്റെ. ഗമമ്മ രിരി ഒറ്റ പ്രാവശ്യം കൂടി. റിമമ മാനസ ഗമമ രിരി ദേവന്റെ. ഒരു പ്രാവശ്യം കൂടി പാടിത്തരാം. റിമമ ഗമമ രിരി മാനസ ദേവന്റെ. മനിതമ പാപ്പ ചുംബന പൂക്കളോ. മന്നിതമ മധ്യമം, നിഷാദം ദൈവതം മധ്യമം. മന്നിതമ പാപ്പ. മനിതമ പാപ്പ ചുംബന പൂക്കളോ. ഗമപ ഗഗസാരി. ഗമപ ഗഗസാരി ഗാന്ധാരം കേട്ടോ അവിടെ. ഗമപ ഗഗസാരി സ്മേരവതി നിന്റെ. സ്മേരവതി നിങ്ങൾ വേർഡ്സ് വേറെ നോക്കിയാൽ മതി പാട്ടില്, മനസ്സിലായില്ലേ? സ്മേരവതി നിന്റെ ഗമപ ഗഗസാരി സ്മേരവതി നിന്റെ ചൊടിയിണയിൽ. ചൊടിയിണയിൽ 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 എന്ന് തോന്നുന്നു. ചൊടിയിണയിൽ ഗഗസ ചൊടിയിണയിൽ ഗഗസ ചൊടിയിണയിൽ. മനസ്സിലായോ? എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ഞാൻ അത് 2-3 പ്രാവശ്യം പാടിക്കും. ഹാർമോണിയം വായിക്കാൻ നമുക്ക് ടച്ച് ആയി പോകുന്ന കൈ. സ്മേരവതി നിന്റെ ചൊടിയിണയിൽ ഗമപ ഗഗസാരി ഗഗസ. ഇത്തിരി എന്താ ചെക്ക് എനിക്ക് വാശിയാണ്, നന്നായി പാടണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ വേണം, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ ധരിക്കാൻ പാടില്ലല്ലോ. ഗമപ ഗഗസാരി ഗമപ ഗഗസാരി ഗഗസ സ്മേരവതി നിന്റെ ചൊടിയിണയിൽ. ഒന്നുകൂടി. ഗമപ ഗഗസാരി ഗഗസ സ്മേരവതി നിന്റെ ചൊടിയിണയിൽ. നിസരി നിരിപ്പ. നിഷാദാണ്. നിസരി ഋഷഭം. നിരീപ നിഷാദം ഋഷഭം പ പഞ്ചമം ബേസ്. നിസരി നിരിപ്പ ചൊടിയിണയിൽ ചൊടിയിണയിൽ നിസരി നിരിപ്പ. ചില പാട്ടിന്റെ ഒഴുക്ക്, ആ ഒഴുക്ക് നമ്മുടെ സ്വരം എന്ന് പറഞ്ഞാൽ ഹാർമോണിയല്ലേ, ടക് 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 എന്ന് പറഞ്ഞ് പോകുന്ന സാധനല്ലേ ഇതാ. അങ്ങനെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ നിസരി നിരിപ്പ ചൊടിയിണയിൽ അയിൽ അത് കിട്ടൂല ഹാർമോണിയത്തിൽ. ചെറിയൊരു ടച്ച് വരുള്ളൂ. വയലിനാണെങ്കിൽ കിട്ടും, ഓക്കെ, ഫ്ലൂട്ടാണെങ്കിൽ. അപ്പൊ അതും കൂടി മനസ്സിലാക്കണം. അതിൻ്റെ അടുത്തുള്ള തെറ്റല്ല. ഹാർമോണിയം അങ്ങനെയാണ് ശ്രുതി ഒക്കെ വെച്ചത്. ഒരു റീഡ്സ് അല്ലേ, സാധാരണ സാധ തന്നെയാണ്. മറ്റേത് എങ്ങനെ വേണം ചെയ്യാം വയലിനൊക്കെ ആകുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
അതൊക്കെ പിന്നെ പറയാൻ പറ്റും. പറഞ്ഞൊന്ന് മനസ്സിലാക്കിയെന്നുള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് സമയം വൈകിപ്പോയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇട്ട് തരാൻ നേരം വൈകിയത്. പിന്നെ ഈ മഴക്കാലല്ലേ, ഞാൻ പറഞ്ഞ വയൽ പ്രദേശമാണല്ലോ, പ്രശ്നങ്ങളാണ്. അപ്പോൾ ശബ്ദമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി പിടിച്ചുവിട്ടതാ. ഇനി ഇതിന്റെ അനുപല്ലവി അടിപൊളിയായിട്ട് ഇന്ന് കിട്ടിയിരുന്നുണ്ട്. അനുപല്ലവിയിൽ കുറെ സംഗതികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പഠിക്കുക, ശ്രമിച്ച് പഠിക്കുക, കഷ്ടപ്പെടുക, നന്നായിട്ട് കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ അതിന്റെ ഗുണങ്ങൾ കാണും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് ഞാൻ പറഞ്ഞതുപോലെ പോവുക. എന്നിട്ട് ആത്മീയമായ ഒരു ജീവിതം കൂടി മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. നല്ല പ്രാർത്ഥന, ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. ഈശ്വരനെ കൂട്ടുപിടിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളേ. നല്ല കർമ്മവും ചെയ്യാം. ഞാനത് എപ്പോഴും പറഞ്ഞോണ്ട് കൂടുതൽ പറയുന്നില്ല. ഈശ്വരനെ കൂട്ടുപിടിക്കുക, നല്ല കർമ്മവും ചെയ്യുക. ഇതിലപ്പുറം വേറൊന്നും വേണ്ട. ശരി, നമസ്കാരം.